അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് നാടകത്തിൻ്റെ റിഹേഴ്സലാണെന്ന്. കരാമട്ടത്തി ശങ്കരൻ നായരുടെ വീട്ടിൽ നിന്ന് നാടകം കാണാൻ എത്തിയവർ തിരിച്ച് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അന്നും എൻ്റെ സീനിയർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നാടകം കളിക്കുമ്പോഴും ഒക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നതൊക്കെ. 8ാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ട് ഞാൻ ഒരു 1 ആക്ട് പ്ലേ ചെയ്യുന്നു യൂത്ത് ഫെസ്റ്റിവലിൽ. കിടക്കിട ബിസിനസ് ചെയ്യുന്ന CJ സെയ്ദ് മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ മരുമകൻ യൂസഫ് കൂടെയൊക്കെ ഈസ്റ്റ് ചന്ദ്രാപ്പിലൊരു അമ്പലത്തിലേക്ക് നാടകം കളിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവരെന്നെ വന്ന് വിളിക്കുന്നു, ഞാൻ അഭിനയിക്കാമെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ വീട് ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ ഈ നായത്തറവാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ നാടകം കളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മുത്തച്ഛനൊന്നും അത് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. അപ്പോൾ റിഹേഴ്സലിലൊക്കെ പോണത് വളരെ ഗോപ്യമായിട്ടാണ്, ആരും അറിയാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് അന്നും ഇന്നും എന്നും സപ്പോർട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയും എൻ്റെ നേരെ മൂത്ത ബ്രദർ രാമേന്ദ്രനായിരുന്നു. അപ്പോൾ ഞാൻ റിഹേഴ്സലിൽ പോകുമ്പോൾ തറവാടിൻ്റെ ചായ്പ് മുറിയിലാണ് കിടന്നിരുന്നത്. അപ്പോൾ ഈ ചായ്പ് മുറിക്ക് 2 പാളിയുള്ള വാതിലാണ്. പഴയ വാതിലായതിൻ്റെ ചേർത്തടച്ചാൽ ചെറിയ ഗ്യാപ്പ് വരും. അപ്പോൾ ആ ചായ്പ് മുറിയിൽ ഞാനും ചേട്ടൻ ഒരുമിച്ചാണ് കിടക്കുക. അപ്പോൾ എനിക്ക് റിഹേഴ്സൽ പോണ സമയത്ത് നമ്മൾ ഈ തെങ്ങിൻ്റെ പട്ട, കവണമ്മടൽ എന്നൊക്കെ പറയും, അത് വെട്ടി ചേട്ടൻ കിടക്കുന്നതിന് തൊട്ടരികെ വെച്ച് പുതപ്പിട്ട് മൂടും. അതങ്ങനെ ചെയ്യുന്നത് ഈ വാതിൽപ്പഴുതിലൂടെ നോക്കിയാൽ ഇവിടെ കിടക്കുന്നത് കാണണം. അത് കറണ്ടൊന്നുമില്ല, മണ്ണെണ്ണ വിളക്കാണ്. പിന്നെ അമ്മാവന് ടോർച്ചുണ്ട്, വിഞ്ചസ്റ്റർ ടോർച്ചുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് അന്ന് ഈ വിഷം തീണ്ടിയൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ ഇത് മുഴുവൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ പച്ചമരുന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വേണം പോയി പറിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ഏത് സമയത്ത് ഞങ്ങളെ വിളിക്കാം. അങ്ങനെ ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ആ ഒരു പരിപാടി പിടിക്കപ്പെട്ടു. ഞാൻ ഈസ്റ്റ് ചന്ദ്രാപ്പില്ലിൽ കളിച്ച പറവൂർ ജോർജിൻ്റെ ഒഴുക്കിനെതിരെ എന്ന നാടകം, അതിന് ജോസ് മാത്യു എന്നൊരു വേഷമായിരുന്നു. ആ നാടകം തന്നെ വീണ്ടും നമ്മുടെ കുറ്റിലക്കടവ് കാക്കാത്തിരുത്തിലുള്ള വലൂപ്പറമ്പൻ്റെ അമ്പലത്തിൽ കളിക്കുന്നു. ഇതേ നാടകമാണ് അവരെടുത്തത്. അതിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചു. അപ്പോൾ ആ നാടകം സംവിധാനം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഏട്ടൻ്റെ ഒക്കെ സമകാലീന വട്ടത്തൂർ ഭാസ്കരൻ മാഷാണ്. അന്ന് പാലമൊന്നുമില്ല. ഇപ്പോൾ രാത്രി ഞാൻ സൈക്കിളിന് അവരെന്നെ റിഹേഴ്സൽ കഴിഞ്ഞ് രാത്രി 2 മണിക്ക് പാലം വഞ്ചി കടത്തി വിടും. ഞാനിങ്ങനെ പോരും. അപ്പോഴേക്കും എൻ്റെ നേരെ മൂത്ത മദ്രാസിലേക്ക്, ഇവിടുന്ന് SLC കഴിഞ്ഞ് മദ്രാസിലേക്ക് പോയി, മൂത്തേട്ടനിലേക്ക് പോയി. ഞാൻ നേരത്തെ ചേട്ടൻ ചെയ്തിരുന്ന അതേ കാര്യം തന്നെ വേറൊരു രീതിയാണ് ഞാൻ ചെയ്തിരുന്നു. അന്ന് സാക്ഷ എന്ന് പറയും, 2 മരത്തിൻ്റെ കട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇടുന്ന ഒരു ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ പകൽ ഈ മരത്തിന് ആണി വെച്ച് ഹോളുകൾ ഉണ്ടാക്കും. എന്നിട്ട് പുറത്ത് കടന്ന് ഈ ഹോള് നീക്കി അത് ലോക്കാക്കും. തിരിച്ചു വന്ന് ആരും അറിയാതെ ഈ ആണി കൊണ്ട് നീക്കി ലോക്ക് ഓപ്പൺ ചെയ്യും. അങ്ങനെയാണ് ഉള്ളിൽ കിടക്കാറുള്ളത്. പക്ഷെ ഒരിക്കൽ രാത്രി 2 മണിക്ക് റിഹേഴ്സൽ കഴിഞ്ഞ് വരുമ്പോൾ പടിഞ്ഞാപ്പുറത്ത് അമ്മാവനും അമ്മയും പഴയ റാന്തൽ വിളക്കും കത്തിച്ചിരിക്കുകയാണ്. അപ്പം എന്താ സംഭവം എന്നുണ്ടെങ്കിൽ വീട്ടിൽ പശു പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാലത്ത് ഇതേപോലെ ഡോക്ടർമാരൊന്നുമില്ല. അപ്പം അതിൻ്റെ മാച്ചി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, മറൂട്ടി. അത് വീഴണമെങ്കിൽ ഇരിങ്കണ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ഓല കരിമ്പിൻ്റെ ഓല പരിക്കും. അത് വെട്ടിക്കൊണ്ടുവന്ന് കൊടുത്താൽ അത് വേഗം വീഴും. പക്ഷെ അതിനായി എന്നെ വിളിച്ചപ്പോൾ വിളി കേൾക്കുന്നില്ല. ആ ചൈപ്പൂരിക്ക് തട്ടില്ല. ഓട് പൊക്കി പപ്പത്തണ്ടിലൂടെ വെള്ളമൊഴിച്ചു. ഞാൻ അനങ്ങുന്നില്ല. അപ്പോൾ മനസ്സിൽ, പക്ഷേ അമ്മയ്ക്കറിയാം
ഇതൊക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്കറിയാം ഞാനവിടെ ഇല്ല എന്നുള്ളത്. രാത്രി വിളക്കും കത്തിച്ച് ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, തകർന്നു പോയി. അമ്മ പറഞ്ഞു ഒന്നും മിണ്ടണ്ട, നേരെ പോയി ഇത് വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ നിമിഷ നേരം കൊണ്ട് വെട്ടുവതി കൊണ്ട് വെട്ടിക്കൊണ്ടുവന്നു. പക്ഷെ അമ്മാവനൊന്നും മിണ്ടുന്നില്ല, ബീഡിയും കത്തിച്ച് ഇങ്ങനെ പുക വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം നേരം പുലർന്നാൽ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്ന അമ്മാവൻ ചോദിക്കണം, പറയണം എന്നുള്ളതാണ്. അമ്മാവൻ ചോദിക്കുന്നില്ല, പറയുന്നില്ല. ഞാൻ നേരെ കുളിച്ച് സ്കൂളിൽ പോകുന്നു. തിരിച്ച് വൈകുന്നേരം 4 മണിക്ക് വരുന്നു. അന്ന് ഇതേപോലെ സൈക്കിളോ ബസ്സോ ഒന്നുമില്ല, നടന്നു പോകണം കുട്ടികടയിലേക്ക്. രാവിലെ പോകുമ്പോൾ കഞ്ഞി ഉണ്ടെങ്കിൽ കുടിക്കും, കഞ്ഞിയിൽ കുടിച്ച് പോരും. പിന്നെ വൈകുന്നേരം ചെല്ലുമ്പോഴാണ് ഭക്ഷണം. വൈകുന്നേരം ചെല്ലുമ്പോൾ വേറെ കാര്യമുണ്ട്. ഉടുത്തുകൊണ്ടുപോയ ഡ്രസ്സൊക്കെ അവിടെ മാറ്റിവെച്ച് പോയി മേല് കഴുകി കുളിച്ചു വന്നിട്ട് വേണം ഭക്ഷണം തരുള്ളൂ. അങ്ങനെ വൈകുന്നേരം ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് അമ്മാവൻ ഈ പ്രശ്നം എടുത്തിട്ടു. അന്ന് മരുമക്കത്തായ സമ്പ്രദായമാണല്ലോ. അമ്മാവൻ്റെ ശകാരം സഹിക്കുക വയ്യാതെ അമ്മ ഇറയടിക്കുന്ന ചൂലെടുത്തിട്ട് ട്രൗസറിലിട്ടിരിക്കുന്നത് അരയ്ക്ക് കീഴോട്ട് തല്ലി. അമ്മ തല്ലുന്നത് സഹിയിട്ടിട്ടാണ്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകാൻ കൂടി ചെറിയൊരു കാര്യമുണ്ടായിരുന്നു. അച്ഛനുമായിട്ട് ഞങ്ങൾ ചെറിയൊരു നീരസത്തിലായിരുന്നു. അപ്പോൾ പൂർണ്ണമായും അമ്മാവൻ്റെ അധീനതയിലാണ് ഞങ്ങൾ. ആ അടിയിൽ നിന്ന് കാലിൻ്റെ വണ്ണംകുളത്തിൽ നിന്ന് ഈർക്കിലിത്തുമ്പുകൾ പറക്കിക്കളഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അടിയായിരിക്കാം എന്നെ ഇവിടം വരെ എത്തിച്ചത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു വാശി, നാടകം കളിക്കണം എന്നുള്ളത്. അമ്മാവനറിയാതെ അമ്മാവൻ്റെ സപ്പോർട്ടോടെ ഒക്കെ ഞാനിങ്ങനെ നിരന്തരം നാടകം കളിക്കാൻ പോകും. എവിടെ വിളിച്ചാലും പോകും. അതിൻ്റെ പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല, അതിനുള്ള ഭ്രാന്ത്. അക്കാലത്തൊക്കെ ഇങ്ങനെ പ്രൊഫഷണൽ നാടകങ്ങൾ വളരെ കുറവുള്ളൂ. KPCയുടെയും സൂര്യസ്വാമിയുടെയൊക്കെ വണ്ടികൾ പോകുമ്പോൾ ഞാൻ നോക്കി നിൽക്കും. ആ വണ്ടി എൻ്റെ കൺമുമ്പിൽ നിന്ന് മറയുന്നത് വരെ ഞാൻ നോക്കി നിൽക്കും. ഏതമ്പലങ്ങളിലും ഉത്സവങ്ങൾക്ക് പ്രൊഫഷണൽ നാടകം ഉണ്ടെങ്കിൽ അവിടെ എത്ര കിലോമീറ്റർ വേണമെങ്കിലും പോയി നടന്ന് നാടകം കാണുമായിരുന്നു. അങ്ങനെ പോയി SSLC വരുന്നു. SSLC എക്സാമിനേഷൻ തലേന്ന് ഞാൻ പഠിക്കാത്ത സ്കൂളാണ് പെരിഞ്ഞന സെൻട്രൽ LP സ്കൂള്. അവിടെ ജൂബിലിക്ക് നാടകം കളിക്കണം. അപ്പോൾ എൻ്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നവരൊക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവിടെ ഒരു നടൻ്റെ ഒഴിവ് വരുന്നു. ഞാൻ അവിടുത്തെ നടനായി മാറുന്നു. ആ നാടകം എഴുതിയത് ഞാൻ നേരത്തെ പറഞ്ഞ മനോഹരൻ മാഷായിരുന്നു. ആ നാടകത്തിൻ്റെ പേര് ബ്ലാക്ക് ബട്ടൺസ്. അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന മിസ്റ്റർ അശോകൻ, പുള്ളി പ്രവാസിയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ കൊടുങ്ങല്ലൂർ ഗൗരീശങ്കരൻ ഹോമിൻ്റെ അരികെ താമസിക്കുന്നുണ്ട്. മറ്റു പലരും പല സ്ഥലങ്ങളിലും ജോലിയൊക്കെ അന്വേഷിച്ച് പോയി. അപ്പോൾ എല്ലാവരും വിധി എഴുതി. എക്സാമിനേഷൻ തുടങ്ങുന്നത് ഇംഗ്ലീഷാണ് ഫസ്റ്റ്. തലേ ദിവസമാണ് നാടകം കളിക്കുന്നത്. വീട്ടിലെൻ്റെ ഓപ്പോൾ എൻ്റെ സഹോദരിയും അമ്മയും പറഞ്ഞു, നീ തോറ്റത് തന്നെയാണ്, സംശയിക്കേണ്ട. പക്ഷെ ആരുടെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ജയിച്ചു. തുടർന്നുള്ള വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മൂത്തേട്ടനായിരുന്നു. അപ്പോൾ ഒരു കോളേജിൽ പോയി പഠിക്കാനുള്ള സാമ്പത്തിക പദ്ധതി ഇല്ലാത്തതിൻ്റെ പേരിൽ ആ രീതിയിലേക്ക് തിരിഞ്ഞില്ല. അക്കാലത്ത് പിന്നെ എല്ലാവരും പറയുക SLC കഴിഞ്ഞാൽ പിന്നെ കൊട്ടും വരെയും, അതായത് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ്. അങ്ങനെ ഞാൻ കൈപ്പങ്കലം കാളമ്പുറിയിൽ സുധാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ചേരുകയാണ്. അവിടെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠനകാലത്ത് അവിടെ മന്ത്ലി ഗാദറിങ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ മാസവും അവസാനം ഒരു കൂടിച്ചേരൽ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് തിരമാലകൾ എന്ന് പറയുന്ന ഒരു ഏകാംഗം എഴുതി. അതിൽ ഞാൻ അഭിനയിച്ചു. അത് അങ്ങനെ ഒരു ഏകാംഗം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. കാരണം എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ പണിയല്ല ഈ നാടകം എഴുത്ത് എന്നുള്ളത്. ആ നാടകം സംവിധാനം ചെയ്ത് ഞാൻ തന്നെയായിരുന്നു.
തുടർന്നങ്ങോട്ട് എവിടെയൊക്കെ നാടകമുണ്ടോ, എവിടെയൊക്കെ അമ്പലങ്ങളുണ്ടോ അവിടെയൊക്കെ നാടകങ്ങൾ സംഘടിപ്പിക്കും. അപ്പോൾ കയ്പമംഗലം ആരാധന തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് നമ്മളുണ്ടാക്കി. ആ ആരാധന തിയേറ്റേഴ്സിൻ്റെ പേരിലായിരുന്നു അവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ നാടകം കളിച്ചിരുന്നത്. അന്ന് നാടകത്തിന് വേദി കിട്ടണമെങ്കിൽ റിഹേഴ്സൽ കാണാൻ അമ്പലക്കാർ വരും. അവർ സർട്ടിഫൈ ചെയ്താലേ നമുക്കവിടെ കളിക്കാൻ പറ്റുള്ളൂ. തന്നെയുമല്ല അന്ന് സ്റ്റേജ് ഉണ്ടാക്കാന്നൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്റ്റേജ് അടക്കമാണ് നാടകം ബുക്കിംഗ് ഏൽക്കുന്നത്. ഒരു പെണ്ണുള്ള നാടകമായാലും 2 പെണ്ണുള്ള നാടകമായാലും ഒക്കെ. അന്ന് പകൽ സ്റ്റേജ് കിട്ടുക, രാത്രി നാടകം കളിക്കുക, ഇതൊക്കെയായിരുന്നു. ഇതൊന്നും വീടുകാരറിയുന്നില്ല. റിഹേഴ്സൽ പറഞ്ഞ് പോരും. അപ്പോൾ ഞാൻ ആ ചെറിയ പ്രായത്തിൽ നിന്ന് വലിയ പ്രായത്തിലേക്ക് കിടക്കുന്നു. ആദ്യമായിട്ട് പടം വെച്ച് ഒരു നോട്ടീസ് അടിച്ച് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ചന്ദ്രാപ്പിൽ ഒഴുക്കിനെതിരെ എന്ന നാടകത്തിലാണ് എൻ്റെ ഫോട്ടോ അന്ന് ബ്ലോക്ക് ചെയ്യണം. ഫോട്ടോ കൊണ്ട് തൃശ്ശൂർ ശങ്കർ ബ്ലോക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് 6 രൂപയാണ് ആ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. 6 രൂപ ഉണ്ടാക്കണമെങ്കിലോ 6 രൂപ കടം പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീട്ടിൽ നിന്ന് ഫീസ് തരുന്നതിന് 6 രൂപ കടം പറഞ്ഞിട്ടാണ് ഈ ബ്ലോക്ക് ചെയ്ത് ഞാൻ നോട്ടീസ് അടിക്കാൻ കൊടുക്കുന്നത്. ഒരുപാട് കാലം നോട്ടീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഇതേപോലെ വലിയ നോട്ടീസൊന്നും അടിക്കും, ചെറിയ നോട്ടീസല്ലേ അടിക്കുള്ളൂ. അതിങ്ങനെ തുടർന്ന് പോകുന്നു. വീട്ടിൽ മാടുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ചെയ്തിരിക്കണം. അവിടനെ DCOM ആയിരുന്നു. അത് BCom കോഴ്സിന് തുല്യമായിട്ട് DCOM എന്നിട്ട് കൊടുങ്ങല്ലൂരിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അന്ന്, ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞങ്ങൾ 10-60 പേര് ആ ബാച്ചുണ്ടായിരുന്നു. പക്ഷെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അവസാനമാണ് മനസ്സിലായത് അതൊരു തട്ടിപ്പ് കേസായിരുന്നുള്ളത്. അങ്ങനെ SSLCയും DCOM ഒക്കെ കഴിഞ്ഞു. പിന്നെ നാടകങ്ങൾ കളിക്കൽ തന്നെ. അന്നും വീട്ടിൽ നാടകം കളിച്ച് എന്തെങ്കിലും മിച്ചം ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു ഓഹരി എൻ്റെ വീട്ടിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഇത് ജീവിതോപാധിയാക്കി മാറ്റണമെന്ന് അന്ന് തീരുമാനിച്ചിട്ടില്ല. ആ പെരിഞ്ഞനം ഹൈസ്കൂളിൽ നിന്ന് ഞാൻ SSLC കഴിഞ്ഞ് പോരുന്നതിന് മുമ്പ് ജൂബിലിക്കൊരു നാടകം കളിക്കണ്ടായി. അത് നിഴൽ നാടകമായിരുന്നത്. ഇന്നൊക്കെ നിഴൽ നാടകം വളരെ അപൂർവമായി ഉണ്ടാകുള്ളൂ. EVGയുടെ ഇന്നലത്തെ നിഴൽ എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു. ആ നാടകത്തിൽ റസിയ ബീഗത്തിൻ്റെ വേഷമായിരുന്നു എനിക്ക്. അപ്പോൾ ഇന്നൊക്കെ നാടകം കാണുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നു. ഇത് സ്റ്റേജിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളുടെ പുറകിൽ നിന്നാണ് ആ ലൈറ്റ് അടിക്കുന്നത്. നമ്മൾ അഭിനയിക്കുന്ന നടന്മാരുടെ മുൻപിൽ ഒരു വെളുത്ത കർട്ടനുണ്ടായിരിക്കും. അതാണ് നിഴൽ നാടകം. അപ്പം അതിന് എനിക്ക് സംഭാഷണം തന്നിരുന്നത് അന്ന് ആ സ്കൂളിൽ PR രാജൻ മാഷ്, മിസ്സിസ് രാധ ടീച്ചറായിരുന്നു എനിക്ക് ശബ്ദം നൽകിയിരുന്നത്. ഇവർ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു, VR രാജ്കുമാർ. അദ്ദേഹം ഏതാനും വർഷം മുമ്പ് മരിച്ചു പെട്ടെന്ന്. അപ്പോൾ അത് വലിയൊരു അനുഭവമായിരുന്നു. അതിലഭിനയിച്ചതിന് വലിയൊരു അഭിനയമായിരുന്നു. കാരണം സംഭാഷണത്തിന് കൃത്യമായിട്ട് നമ്മൾ ചൂണ്ടാനക്കണം. ഇന്നിപ്പോൾ നമ്മൾ അഭിനയിച്ച സിനിമയായാലും സീരിയലായാലും നമ്മൾ ഡബ് ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ലിപ്പ് വരണം. പക്ഷേ ഇത് പുതിയ സാങ്കേതികവിദ്യയൊക്കെ വന്നപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിലും അത് മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. അന്നതില്ല, കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഞാൻ ഈ പഴയ ഗ്യാസ് ലൈറ്റ് ഉണ്ടായിരുന്നു, ഉത്സവങ്ങളിലൊക്കെ തലയിൽ ചുമന്ന് നടക്കുന്ന ഗ്യാസ് ലൈറ്റ്. അപ്പോൾ ഞാനൊക്കെ നാടകം കളിക്കുന്ന കാലത്ത്, അതായത് കയ്പമംഗലം കൂരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് മഹാരാജാസ് കോളേജിലെ പ്രൊഫസറായിരുന്ന അപ്പുമാഷ്, അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ നാടകം കളിക്കണം. അപ്പോൾ അവിടേക്കൊന്നും കറണ്ടില്ല.
കറണ്ട് കിട്ടണമെങ്കിൽ 4-5 കോയിൽ വയറ് വലിച്ച്, അതായത് കൈപ്പമലം ബോർഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് വലിച്ചിട്ട് വേണം എത്തണമെങ്കിൽ. അതിൽ ഏർപ്പാടൊക്കെ ചെയ്തെങ്കിലും നാടകം തുടങ്ങുന്നതിന് മുമ്പ് കറണ്ട് പോയി. ഇവർ സംഘാടകർ പോയി ഇതൊക്കെ അന്വേഷിച്ചു, കിട്ടുന്നില്ല. അന്ന് കറണ്ടൊക്കെ ഈ വയറൊക്കെ വലിച്ചിരുന്നത് സെയ്തു സൗണ്ട് അനീഫ എന്ന് പറയുന്ന കക്ഷി, അദ്ദേഹം ഒന്നുമില്ല. അപ്പോൾ അപ്പുമാഷ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പെട്രോമാക്സ് നാടകം കളിക്കാം. അങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിൽ 2 പെട്രോമാക്സ് കത്തിച്ച് വെച്ച് ഓഡിയൻസിലേക്ക് ലൈറ്റ് പോകാതിരിക്കാൻ വേണ്ടി കാർഡ്ബോർഡ് വെച്ച് മറയ്ക്കുകയും അങ്ങനെ നാടകം കളിച്ചു. നാടകം കളിച്ച അപ്പുമാഷ് പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായില്ലേ നമുക്ക് പെട്രോമാക്സ് നാടകം കളിക്കാമെന്നുള്ളത്. അതും ഒരു അനുഭവമായിരുന്നു. പക്ഷേ അതിൽ രസകരമായ സംഭവം, ഈ നാടകം നടന്നുകൊണ്ടിരിക്കലേ ഇതിലെ പവർ കുറയുമ്പോൾ ഗ്യാസേറ്റ് കൊണ്ടുവന്ന കക്ഷി വന്നിട്ട് പമ്പ് ചെയ്യും. ഈ പമ്പ് ചെയ്യുമ്പോൾ കുറച്ച് പേര് ചിരിക്കും, ചിലവുണ്ടാതിരിക്കും. നമ്മൾ അഭിനയിക്കാൻ നമ്മളും അത് കാണുന്നുണ്ടാവും. അതൊരു കാലം. അന്നൊക്കെ നാടകത്തിൽ ഓർക്കസ്ട്ര വായിച്ചിരുന്നത് സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ ഓർക്കസ്ട്രക്കാരിരിക്കും, അവർ 3-4-5 പേരുണ്ടാവും. ലൈവായിരുന്നു വായിക്കൽ. ഇന്നതല്ലല്ലോ. ഇന്ന് റെക്കോർഡിങ്ങിൽ ആദ്യം കാസറ്റായി, കാസറ്റ് പിന്നെ CD ആയി, CD മാറി ഇപ്പോൾ പെൻഡ്രൈവായി. അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ അക്കാലത്തൊക്കെ ഈ ഓർക്കസ്ട്രക്കാരെ കൊണ്ടു നടക്കാമെന്നുള്ള വലിയൊരു ഭാരം തന്നെയാണ്. ചില ഓർക്കസ്ട്രക്കാരെന്ന് റോഡ് സൈഡിൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് പറയും, അവിടെ ഇന്ന സാധനം വെച്ചിട്ട് പോയി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നാടകത്തിനോട് അഭിനയിക്കേണ്ട ത്വര കൊണ്ട് സൈക്കിളെടുത്ത് പോകും അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ കാലത്ത് ഞാനൊക്കെ അഭിനയിക്കുമ്പോൾ ഓർക്കസ്ട്ര വായിച്ചിരുന്ന ഒരു കക്ഷി ഈ കൊടുങ്ങല്ലൂരുണ്ടായിരുന്നു. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു. ജോസ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹം ഒരു വികലാംഗനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിമാരൊക്കെ ആർട്ടിസ്റ്റുകളായിരുന്നു. പിന്നെ ഒരു പെരിഞ്ഞനം മപ്പു, ഒരു പുഷ്പൻ, മോഹനൻ തൃപ്പയാർ, വയലിൻ വായിച്ചിരുന്ന പാവുണ്ണിയേട്ടൻ, ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ ഓർക്കസ്ട്രക്കാർ. പിന്നെ അവിടെ നിന്ന് മാറി പറവൂരിൽ നിന്ന് ചേന്നംകുളം മാധവൻ, സെയ്തു, ഈ വക ആൾക്കാരായിരുന്നു വന്നിരുന്നത്.